തലശ്ശേരി നഗരത്തിൽ ഇന്റർലോക്ക് ചെയ്ത റോഡുകൾ പ്രധാന റോഡുകളുമായി കൂടിച്ചേരുന്ന ഭാഗത്തെ വിടവുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. പലയിടങ്ങളിലും വിടവുകൾ ശ്രദ്ധയിൽപ്പെടാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാവുകയാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലെ ഇന്റർലോക്ക് പാകിയ ഭാഗം ടാർ റോഡുമായി കൂടിച്ചേരുന്നിടത്തെ വിടവുകളാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. വിടവുകൾ കാണാൻ ചെറുതാണെങ്കിലും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തത് കാരണം ഇവിടെയെത്തുമ്പോൾ വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവാവുകയാണ്. കൂടാതെ ഈ ഭാഗങ്ങളിലെ ഇന്റർലോക്ക് കട്ടകൾ ഇളകി റോഡിന്റെ തന്നെ തകർച്ചയ്ക്ക് ഇത് കാരണമാകുന്നതായും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. പിന്നെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയിട്ട് വാഹന ഗതാഗത ഉപയോഗം അതുമാത്രമല്ല ഇൻ്റർലോക്കുകളെല്ലാം ഇളകിക്കൊണ്ട് എല്ലാ ഭാഗത്തും ഇളകിയിരിക്കുകയാണ്. അതുപോലെ ടൂ വീലറുകളൊക്കെ ഈ വീടുകളിൽ ഈ ഇൻ്റർലോക്കിൻ്റെ പീസുകൾ തെറിച്ച് വാഹനങ്ങൾക്ക് അപകടങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ ആകുമ്പോൾ ഡ്രൈവർമാരാണ് ഇൻ്റർലോക്കിൻ്റെ പീസുകളൊക്കെ വെച്ചിട്ട് അത് ലെവലാക്കി നോക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ കടന്നു കൂത്തുപറമ്പ് ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകളൊക്കെ ഈ വഴിയാണ് അമിതമായ സ്പീഡിൽ രണ്ട് വാഹനങ്ങൾ ഒന്നിച്ചിട്ട് വരുന്ന സമയത്ത് ഈ ഗട്ടറിൽ തുള്ളി ഇൻ്റർലോക്കെല്ലാം ഇളയിട്ടാണ് ഉള്ളത്. ആ സമയത്ത് ഇൻ്റർലോക്കൊക്കെ തെറിച്ചു പോകാറുണ്ട്. തൊട്ടടുത്താണ് നമ്മുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. അപ്പോൾ 2-3 തവണ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അധികൃതർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ അപകടങ്ങൾ എപ്പോഴും കൂടുതലായിട്ടാണ് വരാറുള്ളത്. OV റോഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തും പുതിയ ബസ് സ്റ്റാൻഡ് പച്ചക്കറി മാർക്കറ്റ് പരിസരത്തും ഗുഡ്ഷെഡ് റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുന്ന ഭാഗത്തുമുള്ള വിടവുകൾ ഏറെ അപകടകരമാണ്. മഴക്കാലങ്ങളിൽ ഇവിടെ വെള്ളം നിറഞ്ഞ് കുഴികൾ തന്നെ കാണാൻ സാധിക്കാത്ത സ്ഥിതിയുമുണ്ട്. വലിയ അപകടങ്ങൾക്ക് കാത്തുനിൽക്കാതെ ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുകയും വേണമെന്നാണ് ഏവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.